നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. വിദേശത്തെത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ യഥാർത്ഥ നിറം പുറത്താകും. രാജ്യത്തെയും സംസ്കാരത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവഹേളിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് രാമഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇത്തവണ രാഹുലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ വേദിയായത് അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി. ശ്രീരാമൻ പുരാണ കഥാപാത്രമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ. രാമൻ മിത്ത് മാത്രമെന്ന രാഹുലിന്റെ പരാമർശത്തിലൂടെ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമെന്ന് BJP വിമർശനമുന്നയിക്കുന്നു. ആദ്യം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാം. All our mythological figures, Lord Ram was of that type, right? Where he was forgiving, he was compassionate. അധിക്ഷേപം രാമനോടോ? ജനൻ ഡിബേറ്റ് തുടങ്ങുന്നു. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, കോൺഗ്രസ് സഹയാത്രികൻ B. റജി. ആദ്യം കോൺഗ്രസ് സഹയാത്രികൻ B. റജിയോടാണ്. റജി, ഇങ്ങനെ നിരന്തരം തുടരുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തോടും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ഹൈന്ദവ ജനതയോടുമുള്ള വലിയ അമർഷം, അവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണോ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? രാഹുൽ ഗാന്ധി ഈ വിഷയം, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഒരു പ്രസംഗം ബ്രൗൺ യൂണിവേഴ്സിറ്റിയില് രാഹുൽ ഗാന്ധി നടത്തിയത്. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ജനം TV ഒരു ചർച്ചയ്ക്ക് എടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് കൗതുകം ഉണ്ടാകുന്നത്. ഇത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ എടുത്ത ഒരു തീരുമാനമായിരിക്കാം. കാരണം കൊണ്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ മാറ്റുന്നതിനായി പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരമായി തുടർന്നു വരുന്ന ആരോപണങ്ങളുടെ ഭാഗമായി വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പഴയ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അതിൽ BJP നേതാക്കന്മാർ പ്രതികരിച്ചുകൊണ്ട് ഇതിനെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷിയോടും തുല്യത പാലിക്കുകയും എല്ലാ മതവിഭാഗങ്ങളോടും തുല്യത പാലിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു മതത്തിനോട് വിരോധമോ ഏതെങ്കിലും ഒരു മതത്തിനോട് ആനുകൂല്യമോ അല്ല പറയുന്നത്. മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷത്തോടെ ജനാധിപത്യപരമായി തുല്യമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തോടെ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയെ, അതിന്റെ നേതാവിനെ നിരന്തരം അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി പഴയ വീഡിയോ പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപിക്കുകയും ഓരോ കുറ്റങ്ങൾ ആരോപിക്കുകയും. റജി, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇതൊരു പഴയ വീഡിയോയാണ് എന്നൊക്കെ പറയാൻ കഴിയുമോ? ഈ കഴിഞ്ഞ മാസം 21 എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ വേദിയിൽ പോയിക്കൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ ആക്ഷേപിക്കുമ്പോൾ അത് ജനൻ TVയുടെ മാത്രം അജണ്ടയല്ല. അങ്ങനെ ജനൻ TV പൊക്കിക്കൊണ്ടുവന്ന ഒരു വാർത്തയല്ല. ഇന്ന് നോക്കൂ, രാവിലെ മുതൽ എല്ലാ ദേശീയ മാധ്യമങ്ങളിലെയും വാർത്തയാണ്. ഇത് ജനൻ TVയുടെ മാത്രമല്ല. പക്ഷേ ഇത് കോടിക്കണക്കിന് വരുന്ന രാമഭക്തരുടെ വികാരം മുറിപ്പെടുത്തുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ രാജ്യത്ത് പോയി വിദേശ സദസ്സിൽ സംസാരിക്കുന്നു എന്നത്, അതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയായി ചിത്രീകരിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇത് സംബന്ധിച്ച് സമാനമായിട്ടുള്ള ഒരു ആരോപണം ബഹുമാന്യനായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഉദ്ധരിക്കാം. രാഹുലിന് ഒരിക്കലും ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ BJPക്കും BJP നേതാക്കൾക്കും നേരെയാണ്. അല്ലാതെ ഒരു ഹിന്ദു മതത്തെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് BJPയുടെ നേതാവാണോ? ഇവിടത്തെ കോടാനുകോടി വരുന്ന ഹൈന്ദവർ ആരാധിക്കുന്ന
മര്യാദ പുരുഷനാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് BJPയുടെ ബിംബമായി മാറുന്നത്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗവും ഒന്ന് വിശദീകരിച്ചാൽ അത് സംബന്ധിച്ച് വീഡിയോയിലെ ഈ കട്ട് ഷോർട്ട് ചെയ്ത് അതിൽ നിന്നൊരു പ്രത്യേക ഭാഗം മാത്രം എടുത്ത് പ്രദർശിപ്പിക്കാതെ അതിന്റെ മുഴുവൻ കണ്ടന്റ് വരുമ്പോഴാണ് അതിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാര്യത്തെക്കുറിച്ച് മുഴുവനായും ഞാൻ കേട്ടതാണ്. അപ്പൊ പറയുന്നുണ്ട് ഈ ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് മതനിരപേക്ഷത എങ്ങനെ പുലർത്താൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് രാഹുൽ പറഞ്ഞ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അതായത് ഹൈന്ദവ ദൈവങ്ങളെല്ലാം പുരാണങ്ങളിൽ ഉള്ളവരാണ്, മിത്തുകളാണ്. ശ്രീരാമദേവനും അങ്ങനെ തന്നെ ഒരു മിത്താണ്. ഇതാണ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു ചിന്തനത്തിന്റെയും ഒരാവശ്യവുമില്ല. റജി, ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു ദേശീയത BJPയുടെ ദേശീയതയല്ലെന്നും അത് ഇൻക്ലൂസീവ് ആണെന്നും എല്ലാ മനുഷ്യരെയും സഹവർത്തിത്തോടെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹിന്ദുവിസത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ മതം. അല്ലാതെ അതിനെ ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ട് ഒരു വർഗീയമായ ഒരു അജണ്ടയുടെ ഭാഗമായി അതിനെ ഒരു രാഷ്ട്രീയ ലാഭം നേടുവാൻ വേണ്ടി മാറ്റുന്ന BJP സംഘപരിവാർ അജണ്ടയ്ക്ക് ചേർന്ന് നിൽക്കുന്നതല്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോ ഈ 10-12 ദിവസത്തിന് ശേഷം ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എത്രയോ കാലത്തെ 50 വർഷത്തെ വളരെ കഠിനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ, കാശ്മീർ മുതൽ കന്യാകുമാരിയുള്ള ജനവിഭാഗങ്ങൾ അവരുടെ എല്ലാ വർഗീയ വിദ്വേഷത്തെയും അല്ലെങ്കിൽ സങ്കുചിത ചിന്താഗതികളെയും മാറ്റിവെച്ചുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വിചാരധാര എന്ന് പറയുന്നത് ബഹുസ്വര എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമഭാവനയോടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ കോൺഗ്രസിന്റെ നേതാവ് സംസാരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യത്തോട് ഉള്ള ഒരു അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ പ്രസംഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ വരുത്തി തീർക്കൽ അങ്ങ് ഈ ചർച്ചയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ രാഹുൽ ഈ US-ലെ അമേരിക്കൻ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞതെന്ന് വളരെ കൃത്യമായി കേൾപ്പിച്ചതാണ്. അങ്ങുൾപ്പെടെ കേട്ടിട്ടുണ്ട്, പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ഇതിൽ യാതൊരു മറിച്ച് ചിന്തിക്കലിന്റെ യാതൊരു കാര്യവുമില്ല. വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമൂർത്തിയെയാണ്, ആരാധനാമൂർത്തിയെയാണ് ഇത്തരത്തിൽ അപഹസിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഇതിൽ വ്യാഖ്യാനത്തിന്റെയും ദുർവ്യാഖ്യാനത്തിന്റെയും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. റജി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശ്രീബുദ്ധനെ കുറിച്ചും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹം ആ പ്രയോഗം നടത്തുന്നത്. അതായത് ഹിന്ദു ഒരിക്കലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ വിദ്വേഷത്തിനോ ഉള്ള ഒരു നേതൃത്വം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സ്നേഹത്തിന്റെ ഒരു മതമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ ലോകത്തെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. അതിലെ ഒരു സങ്കുചിതമായിട്ടൊരു വ്യാഖ്യാനം നൽകി അതിനെ മിതവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തിന് ഉത്തമമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയിലെ 11 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയതാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനകോടികളുടെ നേതാവാണ് അദ്ദേഹം ഒരിക്കലും ഒരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കോ എതിരു നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒപ്പം അങ്ങേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ജൂലൈ 2024 രാഹുൽ നടത്തിയ ഒരു പ്രസ്താവന അത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. മന്ദിർ മൂവ്മെന്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അയോധ്യയുമായി ബന്ധപ്പെട്ട മന്ദിർ മൂവ്മെന്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചുവെന്ന് ജൂലൈ 2024 പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അക്രമകാരികളാണ് എന്ന പ്രസ്താവന കൂടി ഈ പറയുന്ന മതസൗഹാർദ്ദത ഊട്ടിയുറപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഉണ്ടായി എന്നുള്ള കാര്യം അങ്ങ് വിസ്മരിക്കേണ്ട. ഡോക്ടർ ആരിഫ് ഹുസൈനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ കോൺഗ്രസ് സഹയാത്രികൻ റജി പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു മതേതരത്വം കെട്ടിപ്പടുക്കുന്ന ഒരു നേതാവാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ്.
ഒരു മതത്തോടും പ്രത്യേകിച്ച് പ്രതിപത്തിയില്ല, വിദ്വേഷമില്ല, അങ്ങേയറ്റത്തെ മതസൗഹാർദ്ദമാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പറഞ്ഞു വെക്കുന്നത്. സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ പ്രസ്താവനയിൽ രാഹുലിൻ്റെ ഈ മനോഭാവത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്? ഈ ഒരു വിഷയം ഇതിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതിന്റെ പേരിൽ അല്ല എനിക്കിതിനകത്തൊരു വിഷയമുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത് പറഞ്ഞതിൽ ഒരു തരക്കേടുമില്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മളും രാഹുൽ ഗാന്ധി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇതുപോലെയുള്ള ദൈവ കഥാപാത്രങ്ങളും അത് ഇതുപോലെ മിത്തുകളാണ് എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിപ്പോ രാമനായാലും ശരി, കൃഷ്ണനായാലും ശരി, അതിനിപ്പോ യേശു ആണെങ്കിലും ശരി, അതിനിപ്പോ അള്ളാഹു ആണെങ്കിലും ശരി, ഇതൊക്കെ മിത്താണെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ പറയണം എന്നൊരു വിശ്വാസത്തിന് അതീതമായിട്ട്, നമ്മളെ രാഷ്ട്രീയത്തിൽ ഈ മതം കലർത്തുന്നതിന് അതീതമായിട്ട് ഈ മതത്തിൻ്റെതായിട്ടുള്ള ഡിസ്പ്ലേ അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ കാണുന്നതിനെതിരെയൊക്കെ നമ്മൾ പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ സാധിക്കുന്നു. ആ രീതിയിൽ അവിടെ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി ഇത് പറയുന്ന വേളയിൽ അത് എത്രത്തോളം ഇതുപോലെ ബാലൻസ്ഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇത് ചില മതങ്ങളുടെ വശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈഡ് വലിവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നും കൂടി അവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഈ ഹിന്ദു മത അനുയായികളോടും അതുപോലെ തന്നെ സംഘടനകളോടൊക്കെ ലഷ്കർ ഇ തോയ്ബ അതുപോലുള്ള സംഘടനയൊക്കെ അതിനെ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അതും അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറയാം. പക്ഷെ തിരിച്ചും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ രാമന്റെ വിഷയം എന്നുള്ളതിനേക്കാൾ വരി ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ഗണപതിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മിത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റുന്നില്ല. അത് ഇവിടുത്തെ ഇടതുപക്ഷം അന്ന് വല്ലാതെ ബുദ്ധിമുട്ടി അതിൽ നിന്ന് കരകയറാൻ വേണ്ടി മുട്ടിലടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ഗണപതി മിത്തും അള്ളാഹു മുത്തുമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെയും നമ്മൾ അതുപോലെയുള്ള ചില കാര്യങ്ങൾ കാണേണ്ടി വരുമ്പോൾ, അതിൽ വിശ്വാസത്തെ കൂട്ടുപിടിക്കേണ്ടി വരുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അല്ലാതെ ഇതിനെ വിമർശിച്ചു ഇതിങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം എന്താണ്, അതൊരു വലിയ വിഷയമാക്കി ചർച്ച ചെയ്ത് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ വഴിതിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യം ഈ വിഷയത്തെ സമീപിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഹിന്ദു മതത്തോട് എന്തുമാകാം, മറ്റു മതങ്ങളോട് എങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായ വേർതിരിവുണ്ടല്ലോ. ചില മതങ്ങളെ പറയാൻ ഭയമാണ്. അങ്ങനെ ആ മതത്തിൽ അള്ളാഹു മിത്താണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ? അതാണ് ഇവിടെ ഉയർന്നു വരേണ്ട പ്രശ്നം എന്നാണ് തോന്നുന്നത്, ഡോക്ടർ ആരിഫ് ഹുസൈൻ. അതെ, അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. എനിക്കിവിടെ ഉള്ള കോൺഗ്രസിന്റെ പ്രതിനിധിയോടും ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു, സ്നേഹത്തിന്റെ ചില സന്ദേശം അതിൽ കൈമാറി എന്നൊക്കെ പറയുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഹൽഗാം ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ പിന്നിലുള്ള മതം അത് ഇസ്ലാം മതമാകുന്നു. ആ ഇസ്ലാമിന്റെ പിന്നിലുള്ള ആ ഒരു കൂട്ടം ആളുകൾ അതിന്റെ ആശയം എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയവും ആ ഇസ്ലാമിന്റെ മുതലാളിമാരായിട്ടുള്ളത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ആവുമ്പോൾ അവരും കുറച്ച് കുഴപ്പക്കാരാണ്, അത് വളരെ സ്നേഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഏതായാലും നമ്മുടെ മുന്നിലില്ല. പക്ഷേ സ്നേഹത്തിന് വേണ്ടി അതിന്റെ കട തുറന്ന് ഇരിക്കുന്ന ആളുകളാണല്ലോ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ എല്ലാവരും. അപ്പോൾ എനിക്ക് അവരോട് ചോദ്യതാണ്, ഇപ്പൊ ഇവിടെ റജിയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇതുപോലെ ഒരു വിഷയം പ്രത്യേകിച്ച് പഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം, അത് കലിമ ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി ഇതുപോലെ തലവെട്ടുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, അതിന്റെ പിന്നിലുള്ള സംഗതിയെയും ഇതുപോലെ തള്ളി പറയാൻ, അതൊരു വലിയ പ്രശ്നമാണെന്ന് പറയാൻ, അതും ഒരു മിത്താണ്, ആ മിത്തിന്റെ പിന്നാലെ പോകരുതേ മുസ്ലിങ്ങളെ എന്ന് പറയാനുള്ള ഒരു ആർജവം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുമോ? അതെനിക്ക് അറിയേണ്ടതുള്ളൂ. ആ ഇരട്ടത്താപ്പ് നിങ്ങൾ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണോ അതോ കോൺഗ്രസിലെ ഓരോ വക്താവിനും അത് ബാധകമാണോ? നിങ്ങൾ എല്ലാവരും ചുവന്നോട് കിടക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ. യെസ്, ബീർജി അങ്ങേക്ക് മറുപടി പറയാം. ഈ ഒരു ഇരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടുന്നത്. നോക്കൂ, രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ, അതായത് ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ആ പാർട്ടി ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇന്നേക്ക് എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നോക്കൂ, സംവിധാൻ ബച്ചാവോ റാലി 40 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയുമായി കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് തക്കതായ ഒരു തിരിച്ചടി നൽകണം എന്ന് ആദ്യമേ ആവശ്യപ്പെട്ടത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ
രാജ്യത്തിന് വരുന്ന ഭീഷണിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ ആ ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു 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 അങ്ങനെ ഒരു ചട്ടക്കൂടിൽ തളച്ചിടുന്നതിനേക്കാൾ ഉപരി രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി ശ്രീ റെജി, ഒന്ന് ക്ഷമിക്കുക. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അവിടെ ദൃക്സാക്ഷികളുടെ മൊഴികൾ പുറത്തു വന്നു. അതിലെല്ലാം പറയുന്നുണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അങ്ങനെ വരി വരിയാക്കി നിർത്തിയിട്ട് അവർ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ മറ്റ് മതസ്ഥരാണോ എന്നത് മതം നോക്കി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നടത്തിയ ഭീകരമായ കൂട്ടക്കൊലയാണ് ഈ 26 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന പഹൽഗാം ഭീകരത എന്ന് പറയുന്നത്. അത് കൃത്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? രാജ്യത്തെ ഗവൺമെന്റിന് സർവ്വവിധ പിന്തുണയും നൽകുന്നതിനപ്പുറം പിന്നെന്താണ് ഈ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് ആ ഒരു എന്താണ് ഒരു ഭീകരാക്രമണത്തിന് എന്തുകൊണ്ട് തക്ക ശിക്ഷ നൽകാൻ താമസിക്കുന്നു? എന്തുകൊണ്ട് തക്ക ശിക്ഷ തിരിച്ചടി നൽകുവാൻ എന്താണ് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇന്റലിജൻസ് ഫെയിലുവർ നമ്മൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. എന്തേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ചൊരു വിശദീകരണം പുറത്തു വരാത്തത്? എന്തുകൊണ്ട് തിരിച്ചടി നൽകുന്നില്ല? ഗവൺമെന്റിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അപ്പൊ രാജ്യത്തിനൊപ്പം ജനങ്ങൾക്കൊപ്പം ഭരണകൂടത്തിനൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെ എതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനെതിരായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും നമ്മൾ മറക്കരുത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രതിപക്ഷമാണല്ലോ നിങ്ങളുടെ പ്രശ്നം, പ്രധാനമന്ത്രിയുടെ തലവരെ വെട്ടി മാറ്റിയിട്ട് ഒരു ചിത്രമൊക്കെ വെച്ച് അതേപോലെ തീവ്രവാദികൾ നടന്നുപോയി എന്ന് പറയുന്ന വഴി നിങ്ങൾ ഉണ്ടാക്കി അത് ഇവിടെ പാകിസ്ഥാനിലെ ആളുകൾക്ക് ചർച്ചയാക്കാൻ പാകത്തിന് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് അതൊക്കെ ശരിയാണോ? ഒപ്പം തന്നെ സിദ്ധരാമയ്യയുടെ വാക്കുകളും ഇതൊക്കെ വളരെ കൃത്യമായി ശത്രുരാജ്യം ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രിവിലേജ് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് മാത്രം, ഇതെന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കില്ല? ഇല്ല. നോക്കൂ, രാജ്യം എന്നോടാണോ ചോദ്യം? അതെ അതെ. ഈ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ടപ്പോ സർവകക്ഷി യോഗം വിളിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുകയും അങ്ങനെ സർവകക്ഷി യോഗം നടന്നപ്പോ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ മോദിജി അതിൽ പങ്കെടുത്തില്ല? അദ്ദേഹം ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലല്ലേ അദ്ദേഹം പങ്കെടുത്തത്? അപ്പൊ രാജ്യത്തിന് എതിരെ വരുന്ന നീക്കങ്ങൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് എല്ലാവിധ പിന്തുണയും കോൺഗ്രസ് നൽകി എന്നുള്ള കാര്യം നമ്മൾ എന്തിനാ വിസ്മരിക്കുന്നത്? ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായ നമ്മുടെ പൗരന്മാർക്കെതിരായ ഒരു ഭീകരാക്രമണം നടന്നപ്പോ അതിന് തക്കതായ ശിക്ഷ വിത്തിൻ 24 hours എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ നമുക്ക് കഴിയുന്നില്ല? നമ്മൾ താമസം നേരിടുന്നു. അതല്ലേ ശക്തമായ തിരിച്ചടിയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ? ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങനെ തിരിച്ചടി നൽകുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ കൃത്യമായ മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വരാത്തത്. ശ്രീ റെജി ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മതമുണ്ട് എന്ന് പറയാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. അതാകെ പറയുന്നത് ഇവിടെ കൃത്യമായി ഈ ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് മതം മുൻനിർത്തി നടന്ന കൊലപാതകം എന്ന് പറയുന്നത്. ഈ ഗൂഢാലോചന വളരെ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതെല്ലാം വളരെ പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഈ ഭീകരവാദത്തിന് പിന്നിൽ മതമുണ്ട് എന്ന് പറയാൻ ഇവർക്ക് വളരെ ഭയമാണ്. കേരളത്തിൽ നടന്ന പല സംഗതികളും എടുത്തു നോക്കൂ. ഒന്നിൽ പോലും ഇവർ ആരുടെ പക്ഷത്താണ് നിലകൊണ്ടത് എന്നത് പല കാര്യങ്ങളിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ? അല്ല, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിഷയം നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വേണ്ട സംസാരിക്കാൻ. അത് ഈ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയരുത് എന്ന് പറയുന്നത് അതെന്ത് രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു ശരിയായ രീതിയല്ല, അതൊരു ന്യായവൈകല്യമാണ്. ഈ വിഷയം നമ്മൾ പറയാം. മറ്റേ വിഷയങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നാളെ ഇനി നമുക്ക് ചർച്ച ചെയ്യാം, അത് നമുക്ക് ചർച്ച ചെയ്യാലോ. പക്ഷെ ഇവിടെ ഇരട്ടത്താപ്പ്, രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ് നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഇരട്ടത്താപ്പാണ് പ്രശ്നം. ഇത് ഈ ഒരു കോൺഗ്രസ് മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഗണപതി മിത്തും അള്ളാഹു മുത്തും ആയത് ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ്.
അതിവിടെ ഇടതുപക്ഷത്തിന്റെ ഊഴമായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് എന്താ അതിൽ പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ പറയൂ. സാഹചര്യം നമുക്കറിയാം, പൽഗാമുണ്ട്, അതൊക്കെ ശരിയാണ്. അത് നമുക്ക് നാളെ പറയാലോ. ഇനി തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അതുള്ളത് കൊണ്ട് ഇത് പറയരുതെന്ന് പറയാം, അതൊരു ഉടായ്പ വാദമാണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ പറയൂ. ഞാനൊരു ചോദ്യമാണ് തുടക്കത്തിലേ വെച്ചത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്ന ആളുകൾക്ക് പഹൽഗാം വിഷയത്തിന് അതിന്റെ പിന്നിലുള്ള ഈ മതം, ആ മതത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരേക്കും. ബാക്കി മോദിയുടെ കാര്യങ്ങളും മോദിയുടെ പ്രശ്നങ്ങൾ അത് വിടൂ. അതിപ്പോൾ നിങ്ങൾ പറയുന്ന അതേ ആനുകൂല്യം മോദിക്കും വെച്ചു കൊടുത്താൽ അത് അവിടെ തീർന്ന കാര്യമുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ആർക്കും തിരിച്ചു ചോദിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഒരു വിഷയത്തിൽ നമ്മളെ പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് അവിടെ തീർന്നു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് മാറ്റി വെക്കും. നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറയൂ. ഇവിടെ ഒരു മതവിശ്വാസത്തെയും അതിന്റെ കാര്യത്തെയും പറയുന്നു, മറ്റൊരു വിഷയം വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ശരിയാണോ? ഇത് ഇവിടെ വളർത്തുന്നത് എന്താണ്? ഇത് വളർത്തുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയത, അവരുടെ ഉള്ളിലുള്ള ഒരു സെന്റിമെന്റ്സിനെ വളരെയധികം വൂണ്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഈ റാഷണലിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ സ്വതന്ത്രീന്തർ എന്ന് പറയുന്ന ആളുകൾ പറയുമ്പോൾ ഈ വിഷയം വരുന്നില്ല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും രാമനും ഒക്കെ കണക്കാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രശ്നം വരുമ്പോഴാണ് ഇത് ഈ ഉത്തരവാദിത്വമില്ലായ്മ കൂടുതൽ പ്രകടമാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് വിജി തമ്പി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, രാജ്യത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് രാമഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന പ്രസ്താവനയാണ് രാഹുലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടായത് അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ്, അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്നതിനിടെയാണ്. അദ്ദേഹം പറയുന്നത് ശ്രീരാമൻ ഒരു മിത്താണ് എന്നാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ. എങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? നമസ്കാരം. ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു അമൂൽ ബേബി ഇയാൾ പറയണ മണ്ടത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇയാൾക്ക് എന്തെല്ലാം മണ്ടത്തരം പറയുന്നു. ഇയാൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറെ മാല എടുത്തിട്ട് കുറെ പൊട്ടും തൊട്ട് അവിടെ നിൽക്കും, പള്ളിയിൽ പോകുമ്പോൾ കുരിശു വിട്ട് അവിടെ നിൽക്കും, അതിൽ മോസ്കിൽ പോയാൽ അവിടെ പോയി നിസ്കരിക്കും. ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്യുന്ന വെറും ഒരു ഷോമാനാണ് അയാൾ. അയാൾ പറയുന്നതൊക്കെ നമ്മൾ കൂട്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്, ശ്രീരാമനും ശ്രീകൃഷ്ണനും മിത്താണോ അത് ചരിത്രമാണോ എന്നൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം. അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കും അറിയാം, ഭാരതത്തിലുള്ളതും പുറത്തുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ ചരിത്ര സത്യങ്ങളുണ്ട്. ശ്രീരാമൻ ജീവിച്ചിരുന്നതിന്റെയും ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നതിന്റെയൊക്കെ ചരിത്രങ്ങളുണ്ട്. ഇവിടെ ചരിത്ര സത്യങ്ങളാണ്. അത് മിത്താക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. പിന്നെ ഇയാൾ പറഞ്ഞ അവിടെ മിത്താവൂ? ഇയാൾ ആരായത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി വിടൂ. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താ ചെയ്യുന്നത്? ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ആരാധനാലയങ്ങളെയും ഹൈന്ദവരെയും ഏത് രീതിയിലും അപമാനിക്കാനും ഏത് രീതിയിലും നിസ്സാരവൽക്കരിക്കാനുമാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ പടം, മാലയിട്ടിട്ട് അമ്പലത്തിൽ പോയി നിൽക്കുന്നു, അടുത്ത നേരത്തെ പോയി പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്തി നിൽക്കും, അപ്പോൾ മോസ്കിൽ പോയിട്ട് നിസ്കരിക്കും. ഇതെല്ലാം ചെയ്യുന്ന വെറും ഒരു കോമാളിയായിട്ടാണ് ഇയാളെ കാണേണ്ടത്. ഇയാൾ പറയുന്നതിനൊക്കെ ആരും കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇയാളാണോ പറയേണ്ടത് മിത്താണോ സത്യമാണോ ചരിത്രമാണോ എന്നൊക്കെ? ശ്രീരാമനും ശ്രീകൃഷ്ണനും ചരിത്ര പുരുഷന്മാർ തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പം പരമശിവനെ കുറിച്ചോ അല്ലെങ്കിൽ ഗണപതിയെ കുറിച്ചോ പറഞ്ഞു. ഗണപതിയെ കുറിച്ച് ഇവിടെ ആൾ പറഞ്ഞല്ലോ മിത്താണെന്ന്. ഇപ്പൊ നേരത്തെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് നട്ടൽ ധൈര്യമുണ്ടോ? ഇയാൾക്ക് എന്തിനും ഉറപ്പുണ്ടോ? ഇയാൾ പറയട്ടെ അള്ളാഹു മിത്താണെന്ന്, അല്ലെ യേശു ക്രിസ്തു മിത്താണെന്ന് പറയട്ടെ, അപ്പൊ ഇയാളെ അംഗീകരിക്കാം. അല്ലാതെ ഇയാൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും മിത്താണെന്ന് ഒരു കാര്യമില്ല. അള്ളാഹു മിത്തല്ലേ? മിത്തല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ യേശു ക്രിസ്തു തെളിയിക്കട്ടെ. ശ്രീകൃഷ്ണനും ശ്രീരാമനും മിത്താണെങ്കിൽ യേശു ക്രിസ്തു മിത്താണ്, അങ്ങനെ പറയട്ടെ. അതിനുള്ള ധൈര്യമുണ്ടോ ഇയാൾക്ക്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചരിത്രങ്ങളില്ലേ? ഇവിടെ ശ്രീരാമ ജന്മഭൂമി അയോധ്യയാണെന്നുള്ളതിന് അവിടെ ചരിത്രമായി അവിടെ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ തെളിവുകൾ കണ്ടെത്തിയില്ലേ? ക്ഷേത്രം ഉണ്ടായിരുന്നു, തെളിവ് കണ്ടെത്തിയില്ലേ? ശ്രീരാമ ജന്മഭൂമിയാണ് അയോധ്യ. ഇത്രയൊക്കെ തെളിവുകളുണ്ട് ശ്രീരാമനോട് ജീവിച്ചിരുന്നതിന്, ശ്രീകൃഷ്ണനോട് ജീവിച്ചിരുന്നതിന്. അവരെല്ലാം ഈശ്വരപുത്രന്മാർ തന്നെയാണ്. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു തന്നെയാണ് അവർ രണ്ടുപേരും. ബാക്കിയല്ല ഗണപതിയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ പരമശിവനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഈശ്വരന്മാരാണ്. അവരൊന്നും ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. അവർ പല രീതിയിലും പല രൂപത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ പരമശിവൻ ശങ്കരാചാര്യർ പരമശിവന്റെ അംശാവതാരമാണ്. അതുപോലെ പല ആൾക്കാരും വന്നിട്ടുണ്ട്. പക്ഷെ അത് നേരെ പരമശിവനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റേതങ്ങനെയല്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇവിടെ മനുഷ്യനായി ജീവിച്ചവർ തന്നെയാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിനെ രാഹുൽ ഗാന്ധിയുടെ ഇനി മുൻ കുടുംബങ്ങളിലെ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു അല്ലെ മോട്ടിലാൽ നെഹ്റു വിചാരിച്ചാലും മിത്താക്കാനൊന്നും പറ്റില്ല. എന്ത് യോഗ്യതയുള്ളവർക്ക്? ഇവർ ഹിന്ദു ആണെന്ന് പറയുന്നു. ഹിന്ദു ആണോ? മുസ്ലിം ആണോ? ക്രിസ്ത്യാനിയാണോ? ഇവരെന്താണ്?
ഇവർക്ക് എന്ത് യോഗ്യത എന്നതിനെ പറ്റി പറയാൻ? നമ്മളെ പോലെ കുറെ ആൾക്കാർ ഭാരതത്തിലുള്ള ഇതിന് മുമ്പുണ്ടായിരുന്ന 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കുറെ ആൾക്കാർ കാണിച്ച മണ്ടത്തരമാണ് ഇവരൊരു കുടുംബത്തെ ചുമന്നുകൊണ്ട് നടന്നത്. ജവഹർലാൽ നെഹ്റു മുതൽ അടുത്തൊരു കുടുംബ ഒരു വാഴ്ചയായിട്ട് ഇന്ന് ഭാരതത്തെ മാറ്റി. അവസാനം അത് ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അത് പോയി കിട്ടി. ഇനി ഒരിക്കലും ഇവർക്കൊന്നും ഇവിടെ കയറി ഇരുന്ന് ഭരിക്കാൻ പറ്റില്ല. ഭാരതത്തിന്റെ ഭരണമൊക്കെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയി. കോൺഗ്രസ് തന്നെ നിഷ്കാസിതമായി ഭാരതത്തിൽ നിന്ന്. എവിടെയാ ഉള്ളത്? ഇനി ഒരിക്കലും തിരിച്ചുവിടുമെന്ന് കോൺഗ്രസിന് പറ്റത്തില്ല. ശ്രീ വിജി തമ്പി ആൾക്കാരെ മണ്ടത്തിലാക്കാം. ശ്രീ വിജി തമ്പി, ഈ ഒരു അസഹിഷ്ണുതയാണ് ഇയാൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പ്രകടമാകുന്നത്. പ്രധാനമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവർ കുറേ കാലമായി തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടത്തുകയാണ്. ആരോ പറയുന്നതനുസരിച്ച് ആടിക്കളിക്കുന്ന ഒരാളെ പോലെ, എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെ വെറും കോമാളി വേഷം കെട്ടി ഇങ്ങനെ രാഹുൽ നിറഞ്ഞാടുമ്പോൾ വിദേശത്തേക്ക് ചെല്ലുമ്പോൾ ഈ അസഹിഷ്ണുതയെല്ലാം പുറത്തു വരികയാണ്. നോക്കൂ, കഴിഞ്ഞ പാർലമെന്റ് സെഷനുകളിലെല്ലാം രാജ്യത്തെ അസ്ഥിരമാക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ, പ്രസ്താവനകളാണ് രാഹുൽ നടത്തിയത്. നിങ്ങൾ പറഞ്ഞു വന്ന് ഞാൻ പൂർണ്ണമാക്കി തരാം. ആടിക്കളികട കൊച്ചുരാമ, ഇതല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഇത് തന്നെയാണ്. അതാണ് അമൂൽ ബേബി എന്ന് പറയുന്നത്. ഇയാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി എന്തെങ്കിലും അറിയാമോ? എന്താണ് ഭാരതത്തിന്റെ പൈതൃകം എന്താണെന്ന് അറിയാമോ? ഭാരതത്തിന്റെ എന്താണ് ഇവിടുത്തെ സനാതന ധർമ്മം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഭാരതം ഇത്ര കാലമായിട്ട് കാലങ്ങളോളം ഈ ലോകത്ത് എല്ലാ ധർമ്മങ്ങളും മാറിയാലും ഇത് മാറിയാലും ഭാരതത്തിന്റെ സംസ്കാരം, എല്ലാ സംസ്കാരങ്ങളും നശിച്ചാലും ഭാരതത്തിന്റെ സംസ്കാരം അന്നും നിലനിൽക്കും. കാരണം ഭാരതത്തിന്റെ സംസ്കാരമാണ് ഏറ്റവും പൈതൃകമായ സംസ്കാരം. ആ സംസ്കാരമാണ് മറ്റെല്ലാ സംസ്കാരങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധി പറയുന്നതിനെ എന്താ പറയാ, തൃണവൽക്കരിച്ച് തന്നെ ആൾക്കാർ എടുക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പല മണ്ടത്തരങ്ങളും പറയുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു മണ്ടത്തരം അത്രേ ഉള്ളൂ. ഈ രാഹുൽ ഗാന്ധിയെ പോലെ ആൾക്കാരെ ചുമന്നുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഇനിയും പച്ച പിടിക്കത്തില്ല. അത് കച്ചു വിടാൻ പറ്റത്തില്ല. കാര്യം ഇയാളെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഇയാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇയാൾ വന്നു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ അവസ്ഥ എന്താവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചോദിക്കട്ടെ, ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ന് ലോകം അംഗീകരിച്ചെങ്കിൽ, അല്ലെങ്കിൽ ലോകം ആ രീതിയിൽ അവരെ കാണുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 10-11 വർഷമായിട്ടുള്ള മോദിജിയുടെ ഭരണം കൊണ്ടാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം കൊണ്ടാണ്. ഈ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ അവസ്ഥ എന്താവും ഒന്ന് ആലോചിച്ച് നോക്കുക. നാണക്കേടല്ലേ? അപ്പൊ അതിൽ നിന്ന് ഭാരതത്തിന്റെ പൈതൃകം തിരിച്ചു കൊണ്ടുവന്നു. ആ ഭാരതത്തിന്റെ തത്വം തിരിച്ചു കൊണ്ടുവന്ന ആരാണ്? അപ്പൊ ഇപ്പൊ ഇവർക്കൊക്കെ ആവശ്യമില്ല, ചൊറിച്ചിൽ വരും, പല ചൊറിച്ചിലും വരും. ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചൊറിക്കുള്ള മരുന്നെല്ലാം പോയി പെട്ടെന്നായിരിക്കും നല്ലത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ ജനം ടിവിയുടെ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇനി പോകുന്നത് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനിലേക്കാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ശ്രീരാമന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അമേരിക്കയിൽ പോയി അവിടുത്തെ ഒരു സർവകലാശാലയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മിത്താണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ കോടാനുകോടി വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ, രാമഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവാദിത്വമില്ലാത്തൊരു പ്രസ്താവന രാഹുലിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ രാജ്യവിരുദ്ധൻ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ജോർജ് സോറോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ പലതവണ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഈ രാമവിരുദ്ധൻ കൂടിയാവുകയാണ് ഇപ്പോൾ രാഹുൽ. എങ്ങനെ പ്രതികരിക്കുന്നു BJP? രാമവിരുദ്ധനാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും. മഹാത്മാഗാന്ധി റാം 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 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ മരണത്തിൽ, അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിൽ വരെ രാമൻ മാത്രമായിരുന്നു. രാമരാജ്യത്തിന്റെ സൃഷ്ടിയായിരുന്നു വാസ്തവത്തിൽ ഭാരതത്തിലെ ഋഷികളും മുനികളും ഭാരതത്തിലെ ഭരണാധികാരികളും അവസാനം ഗാന്ധിജിയും എല്ലാം സങ്കല്പിച്ചിരുന്നത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ അത് ധർമ്മരാജ്യമാണ്. ആ ധർമ്മരാജ്യ സങ്കല്പമാണ് ഏകാത്മ മാനവ ദർശനത്തിലൂടെ ഭാരതീയ ജനസംഘവും മുന്നിൽ വെച്ചത്. ഇതൊന്നും ഉൾക്കൊള്ളാൻ ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് കോൺഗ്രസിന്റെ, രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമല്ല, അത് കോൺഗ്രസിന്റെ DNA കുഴപ്പമാണ്. കാരണം ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് ആരംഭം കുറിച്ചപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസ് മരിച്ചുപോയി, അതിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞതിന്റെ കാരണം വളരെ വ്യക്തമാണ്.
സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അസ്മിതയെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ, ഈ രാജ്യത്തിന്റെ ആത്മീകത്തെ പരമാവധി ഏതൊക്കെ രീതിയിൽ മുറിവേൽപ്പിക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ളത് മാത്രമാണ് ജവഹർലാൽ നെഹ്റു ചിന്തിച്ചിരുന്നത്. അതെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശരിയോ തെറ്റോ എന്ന അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സോ കോൾഡ് നെഹ്റുവിയൻ ചരിത്രകാരന്മാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഭാരതത്തിൽ ഏറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു നെഹ്റുവിയൻ വാക്യമാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് പാശ്ചാത്യനാണ്, ഞാൻ ജന്മം കൊണ്ട് അറേബ്യനാണ്, പക്ഷെ ഞാൻ നിർഭാഗ്യവശാലുള്ള ജനനം കൊണ്ട് എന്റെ കൾച്ചർ കൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് പാശ്ചാത്യനാണ്, പക്ഷെ നിർഭാഗ്യവശാലുള്ള ജനനം കൊണ്ട് ഞാൻ ഭാരതീയനാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വാക്യം അദ്ദേഹത്തിന്റെ പേരിൽ ഏറെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ശരിയായാലും തെറ്റായാലും കോൺഗ്രസ് എടുത്ത സമീപനങ്ങൾ മുഴുവനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയെ സോമനാഥപുരം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പട്ടേൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ആ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ അല്ലെങ്കിൽ പുനർപ്രതിഷ്ഠയിൽ, സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർപ്രതിഷ്ഠയിൽ പങ്കെടുക്കരുത് എന്ന് പ്രസിഡന്റിനെ വിലക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനുശേഷമുള്ള കോൺഗ്രസിന്റെ പാരമ്പര്യം നാം നോക്കൂ. സോമനാഥ ക്ഷേത്രം മാത്രമല്ല, കാശിയിലെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശ്രീരാമ ജന്മഭൂമിയുടെ കാര്യത്തിലും മധുരയിലെ ശ്രീകൃഷ്ണന്റെ കാര്യത്തിലും എല്ലാം കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? വാസ്തവത്തിൽ ശ്രീരാമനില്ലാത്ത, കാശിയില്ലാത്ത ഒരു ഭാരതം സങ്കല്പിക്കാൻ കഴിയുമോ? ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആത്മീകമാണ്, ആത്മാവാണ്, ഭാരതത്തിന്റെ ശ്വാസമാണ്. ഭാരതത്തിന്റെ ആത്മാവായ രാമനെ നിഷ്കാസനം ചെയ്ത്, രാമനെ ഇല്ലാതാക്കി, രാമനെ മിത്താക്കി ചിത്രീകരിക്കുക എന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല. 2007 എന്റെ ഓർമ്മ, സുപ്രീം കോടതിയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമിയുടെ അഫിഡവിറ്റ് കോൺഗ്രസ് കൊടുത്തപ്പോ അവിടെ അങ്ങനെ ഒരു രാമജന്മഭൂമിയില്ല. രാമൻ ജനിച്ചത് സരയുവിന്റെ തീരമായ രാമജന്മഭൂമിയിലല്ല. അതുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയിരിക്കേണ്ട കാര്യമില്ല. ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് എതിരായിരുന്നില്ലേ കോൺഗ്രസ്? അന്ന് ശ്രീരാമക്ഷേത്രം അവിടെ നിർമ്മിക്കണം എന്നുള്ള വിഷയം വന്ന സമയത്ത് കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? അപ്പൊ ശ്രീരാമനെ അവഹേളിക്കുക, ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ആത്മാവാണ്. ആ ശ്രീരാമനെ ഇല്ലാതാക്കിക്കൊണ്ട്, ശ്രീരാമനെ നിഷ്കാസനം ചെയ്തുകൊണ്ട്, ശ്രീരാമ ജന്മഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ബാബറി മസ്ജിദ് നിലനിൽക്കട്ടെ, അവിടെ ബാബറി മസ്ജിദ് പണിയട്ടെ. പാകിസ്ഥാന്റെ സംസ്കാരവും പാകിസ്ഥാന്റെ നാവുമായിട്ടാണ് ഈ കോൺഗ്രസുകാർ വാസ്തവത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ഈ രാമനെ എതിർക്കുന്നവർക്കെല്ലാം ഭാരതീയ ധർമ്മത്തെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് DMKയുടെ നേതാവ് സ്റ്റാലിൻ സനാതന ധർമ്മത്തെ എതിർത്തത്. സനാതന ധർമ്മത്തെ DMKയുടെ സ്റ്റാലിൻ എതിർക്കുമ്പോ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. സനാതന ധർമ്മത്തെ എതിർത്ത DMKയുടെ കാഴ്ചപ്പാട്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് രാമനില്ല എന്ന കാഴ്ചപ്പാടാണ്. അങ്ങനെയാണല്ലോ പെരിയാറിന്റെ ആ മൂവ്മെന്റിന്റെ ഭാഗമായി വന്നത്. അപ്പൊ വാസ്തവത്തിൽ രാമനെ എതിർക്കുക, കൃഷ്ണനെ എതിർക്കുക, രാമായണത്തെ എതിർക്കുക, കൃഷ്ണ ജന്മഭൂമിയെ എതിർക്കുക, കാശിയെ എതിർക്കുക, ഭാരതത്തിന്റെ പാരമ്പര്യത്തെ എതിർക്കുക, എങ്ങനെങ്കിലും 10 വോട്ടിന് കിട്ടി അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രി ആവണം, ഇത് മാത്രമാണ്. അപ്പൊ കോൺഗ്രസിന്റെ ട്രഡീഷൻ, സ്വതന്ത്ര ഭാരതത്തിലെ നെഹ്റുവിയൻ കോൺഗ്രസിന്റെ ട്രഡീഷൻ ഭാരതത്തിന്റെ ഇന്ത്യയുടെ ആത്മാവായ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക. ഇന്ന് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ്.
ശ്രീരാമ ജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ, ഹിന്ദു പാരമ്പര്യത്തിന്റെ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. അതുകൊണ്ട് ശ്രീരാമക്ഷേത്രവും ശ്രീരാമനും ഇല്ലാതായാൽ BJP തോപ്പിക്കാം, മോദിയെ താഴെ ഇറക്കാം. ഇതൊക്കെയാണ് ഇവരുടെ ധാരണ. എന്നാലോ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോ അങ്ങയിലേക്ക് എത്താം. ശ്രീ റെജി, ഈ പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. BJP വിരുദ്ധത തലക്കി പിടിച്ച്, മോദി വിരുദ്ധത തലക്കി പിടിച്ച് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങളെ മൊത്തം ഇങ്ങനെ അപമാനിച്ചാൽ നിങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ലഭിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് ഇപ്പോൾ ഈ വക കോപ്രായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരു വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയെ തിരുത്താനുള്ള ഈ ശ്രമം എന്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ജാതി മത ചിന്തകളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന BJP-യുടെ അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയുടെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോ കേട്ടത്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഛിന്നഭിന്നമായി കിടന്ന ഇന്ത്യ മഹാരാജ്യത്തെ ദേശീയതയിൽ ത്യാഗങ്ങൾ സഹിച്ച, നഷ്ടങ്ങൾ സഹിച്ച, ഭീകരമായ അതിക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം നടത്തിയപ്പോ അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത സംഘപരിവാർ സംഘടനകളുടെ പിൻഗാമികൾ ഇപ്പോ ഭാരതത്തെ വളരെ കൃത്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ബാബറി മസ്ജിദ് അവിടെ നിലനിൽക്കണമെന്നും അവിടെ അയോധ്യ ക്ഷേത്രം വരരുതും എന്നും വാശി പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ കാലങ്ങളായി നടത്തുന്ന അജണ്ടകൾ അത് രേഖാമൂലം ജനങ്ങളുടെ മുന്നിലൊക്കെ ഇപ്പോഴുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ വിഷയത്തിൽ എന്തോ ഒന്ന് പറയാനുണ്ട്. അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം റജിയിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം. അല്ല, ഞാനിവിടെ ആലോചിക്കുകയാണ്, ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് സംസാരിക്കുന്നു, BJP-യുടെ വക്താവ് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇരു കൂട്ടരും ഇതിൽ റിയാലിറ്റിയെ തൊടാത്തത്? പകരം പല കാര്യങ്ങളും ഇതേപോലെ പുകമറ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ BJP-യുടെ വക്താവിനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇദ്ദേഹം ഇവിടെ ഒരു നെഹ്റുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചു. ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ, ഇസ്ലാമിക് ബൈ കൾച്ചർ ആൻഡ് ആക്സിഡന്റലി ആൻഡ് ഹിന്ദു എന്ന് നെഹ്റു പറഞ്ഞു എന്നാണ് പറയുന്നത്. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പലതവണ ഈ പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വന്നിട്ട് അവർ തന്നെ തിരുത്തു കൊടുക്കേണ്ടി വന്നിട്ടുള്ള സാധനമാണ്. ഇതിലെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതങ്ങനെ പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ്സുകാരന് അവരുടെ സ്വന്തം നേതാവായ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ഇതാണ് ഒന്നാമത്തെ വശം. അപ്പൊ അത് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അതിപ്പോ എനിക്കറിയില്ല. നിങ്ങളിപ്പോ പക്ഷെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആയിക്കോട്ടെ, നിങ്ങൾ സഹയാത്രികനാവുമ്പോ ആ സഹയാത്രികന്റെ ഒരു രൂപം നിങ്ങൾക്കൊരു ധാരണ വേണമല്ലോ. നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യണമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടേ? അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ആ ധാരണ ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും മുള്ളമ്പന്നിയുടെ കൂടെ ഏതായാലും കയറി യാത്ര ചെയ്യില്ലല്ലോ, ഒട്ടകാണെന്ന് വിചാരിച്ചിട്ട്. പോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ അത് തിരുത്തുന്നത് കാണുന്നില്ല, അതിനെ അങ്ങ് അംഗീകരിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അതൊന്നാമത്തെ മിസ്റ്റേക്ക്. അപ്പം ഞാനത് പറയുന്നത് വിചാരിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യാജ ആരോപണമായിട്ട് വരുന്നത്. അതും ഏത് ഘട്ടത്തിൽ നിന്നും കൂടി നമ്മൾ ആലോചിക്കണം. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ഹൈന്ദവ സംഘടന എന്ന് ആരെക്കുറിച്ചായി പറയുന്നത്? അതായത് ഇപ്പൊ സവർക്കറെ തന്നെ നിങ്ങൾ എടുക്കുക. സവർക്കർ ഇതേപോലെ ഒരു വളരെ മോശം ആളാണ് എന്നും പറഞ്ഞ് ഒരു രാഹുൽ ഗാന്ധി തന്നെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഇന്നിപ്പോ എന്താ നമ്മൾ കാണുന്നത്? കോടതി പോലും രാഹുൽ ഗാന്ധിനെ കളിയാക്കി വിടുന്ന അവസ്ഥയിലെ കണ്ടത്. ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ഇന്ദിരാഗാന്ധി പോലും അപ്രീഷിയേറ്റ് ചെയ്തത് നിങ്ങൾ മറന്നുപോയോ? അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മോശം പറയരുത് കോടതി താക്കീത് ചെയ്തു വിടുന്നതല്ലേ നമ്മളിവിടെ കണ്ടത്. കോടതി വളരെ കൃത്യമായി പറഞ്ഞത്, സ്വന്തം മുത്തശ്ശി പറഞ്ഞ കാര്യം പോലും രാഹുലിന് അറിയില്ലേ എന്നാണ് കോടതി ചോദിച്ചത് ഈ വിഷയം. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ രണ്ടുപേരും കണക്കാണ്, ഇവിടെ കോൺഗ്രസും BJP-യും കണക്കാണെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ. ഇവിടെ ഒരു വിഷയം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൽ തൊടാതെ ആകാശത്ത് കൂടെ പോകുന്ന സാധനങ്ങളെ ഇങ്ങനെ എന്താണ് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കിയിട്ട് എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? ഇവിടെ യാഥാർത്ഥ്യത്തിലേക്ക് ഇരു കൂട്ടരും വരുന്നില്ല. നമ്മളിവിടുത്തെ പ്രശ്നം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നം ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിന്റെ പ്രശ്നം വലതുപക്ഷം വളരുന്നു എന്നതാണ്, അല്ലെങ്കിൽ മോദി കസരയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മോദിയെ തെറി പറഞ്ഞുകൊണ്ട് നടന്നാൽ മോദി താഴെ ഇറങ്ങില്ല, മോദി അവിടെ തന്നെ ഇരിക്കും. മോദിക്ക് പകരം അടുത്ത ആൾ അവിടെ റെഡിയായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾക്ക് ഖസറയിൽ ഇരിക്കാനുള്ള ആ ഒരു സ്വപ്നം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഇനി 1 or 2 തവണയും കൂടി ഇവിടെ ഇരിക്കാൻ പോകുന്നത് ഇടതുപക്ഷമായിട്ടാണ് മാറാൻ പോകുന്നത്. മത്സരം മാറുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷവും BJP-യും തമ്മിൽ മാറാൻ പോകുന്നത്. കോൺഗ്രസിന് ഇവിടെ ഒരു സ്ഥാനമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരാതെ ഈ വ്യക്തി അധിക്ഷേപത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ നിങ്ങൾ അപ്രസക്തമാവുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു മര്യാദയ്ക്കുള്ള ഒരു ഓപ്പോസിഷൻ, അത് ഒരു ഓപ്പോസിഷൻ വോയിസ് ആകാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഗോപാലകൃഷ്ണൻ, ഈ ഇരട്ട
ഇരട്ടത്താപ്പാണ് വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടു പോകേണ്ടത്. ഇവിടെ മറ്റ് മതവിഭാഗങ്ങളെക്കുറിച്ച് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ആയാലും വേറെ ഏതെങ്കിലും ഒരു നേതാവായാലും ഇങ്ങനെ മറ്റ് മതവിഭാഗങ്ങളെക്കുറിച്ച് അങ്ങനെ അപഹസിക്കുന്ന രീതിയിൽ പറയാൻ ധൈര്യമുണ്ടാകുമോ? ഇരട്ടത്താപ്പ് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ മിസ്റ്റർ ആരിഫ്, ഞാൻ നെഹ്റു പറഞ്ഞത് പ്രചാരത്തിലുള്ളത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു സംശയത്തിന്റെ പുറത്താണ് ശ്രീ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉദ്ധരിച്ചത്. ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചത് ആരിഫെ, നെഹ്റു പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയുണ്ട്. നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചില പത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ചില പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ രേഖകളുണ്ട്. പക്ഷെ അതേ സമയത്ത് നെഹ്റു അത് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അതേപോലെ തന്നെ ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നെഹ്റു പറഞ്ഞോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ പത്രങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചാരത്തിലുള്ള വിഷയം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നെഹ്റു അത് പറഞ്ഞാലും പറഞ്ഞില്ലേലും നെഹ്റുവിയൻ കോൺഗ്രസിന്റെ സമീപനം അതാണ്. ആ ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ, അല്ലെങ്കിൽ ആ സമീപനമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നെറ്റിയിൽ ഭസ്മം തേച്ച് മറ്റേ പൂണൂല് വിട്ട് അമ്പലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അമ്പലങ്ങളിൽ ഓടി നടന്ന ആളല്ലേ രാഹുൽ ഗാന്ധി? അതേപോലെ തന്നെ ഈ പ്രിയങ്ക, അതേ ആളുകൾ തന്നെയാണ് ഈ സമീപനം സ്വീകരിക്കുന്നത്. വിഷയം എന്ന് പറയുന്നത് നേരെ വയനാട്ടിൽ വരികയാണ്. ഞാൻ അതിലേക്ക് വരുന്നേ. അമ്പലത്തിലേക്ക് കയറുമ്പോ ഓടി ഭസ്മം തേക്കുക, അപ്പുറത്ത് മോസ്കിലേക്ക് പോകുമ്പോൾ ഓടി തലയിൽ തൊപ്പി വെക്കുക, എന്നിട്ട് വെളിയിൽ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു സംഘടിത മതത്തിന്റെ, വളരെ കൃത്യമായി പറഞ്ഞ ഇസ്ലാമിക് മതത്തിന്റെ ഇസ്ലാം വോട്ട്, സംഘടിത വോട്ട് നേടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പ്രസ്താവനകളും ഇറക്കുക. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് വളരെ കൃത്യമായിട്ട് പറയേണ്ടത്. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്നത്. കേരളത്തില് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെടുത്ത സമീപനം എന്താണ് കോൺഗ്രസ്. അതുപോലെ തന്നെ ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട സമീപനം എന്താണ്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമീപനം എന്താണ്. എന്നാൽ അതേ സമയത്ത് ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെടുത്ത സമീപനം എന്താ? ബംഗ്ലാദേശില് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാത്തവർ, ബംഗാളിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാത്തവർ, ഗാസക്ക് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യുന്നു. പാർലമെന്റിലേക്ക് പ്രിയങ്ക പോകുമ്പോ ഗാസയുടെ സഞ്ചി തൂക്കിപ്പിടിച്ചു പോകുന്നു. ഇപ്പുറത്ത് CPM-കാര് അവരുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോ അതിനകത്ത് തലയിൽ തൊപ്പി വെക്കുന്നു. ചുമരിൽ ഗാസക്ക് വേണ്ടിയിട്ട് അവരുടെ ഷോൾഡറിൽ ഷാൾ അണിയുന്നു. അപ്പൊ ഇതെല്ലാം വ്യക്തിപരമായിട്ട് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ പരിപൂർണമായും ഇല്ലാതാക്കാൻ, ഛിന്ന ഭിന്നമാക്കാൻ, അതിന്റെ ആത്മീകത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള അടിത്തറയിലേക്ക്, ഈ ചർച്ചയുടെ ആധാരത്തിലേക്ക് വരാനാണ് എനിക്ക് താല്പര്യം. ഞാനതിന്റെ ആധാരം തന്നെയാണ് സംസാരിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് തന്നെയാണ് ഇന്ന് തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഭാരതത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും വിസ്മരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷക്കാർ ശ്രമിക്കുന്നത്. കാരണം ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വ പാരമ്പര്യത്തെ നിഷ്കാസനം ചെയ്യാൻ, ഇല്ലാതാക്കാനുള്ള ശ്രമം, അതിന്റെ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട എല്ലാം വേറെ പലതരത്തിൽ മതേതരത്വമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ശ്രമം. അതല്ലേ ഇന്ന് മന്ത്രി വാസവൻ തൃശ്ശൂരില് ഇന്നലെ പൂരത്തിന്റെ അവലോകനം കഴിഞ്ഞപ്പോ പറഞ്ഞത്. അതായത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് തുടക്കവും ഒടുക്കവും, അതിന്റെ ആരംഭവും അതിന്റെ അവസാനവും മതമാണ്. അതിനകത്ത് വലിയ സംശയമൊന്നുമില്ല. രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള, പിന്നെ 11 ക്ഷേത്രങ്ങൾ എത്തിച്ചേരുന്ന, എല്ലാം കൂടി ചേരുന്ന ഒരു സംഗമ ഭൂമിയാണ് തൃശ്ശൂർ പൂരം. പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും അവർ സമ്മേളിക്കുന്നു വടക്കുന്നാഥന്റെ മുമ്പിൽ. കാലാകാലങ്ങളായി 1796 മുതൽ നടക്കുന്നതാണിത്. അവിടെ പറയുന്നത് മതചിഹ്നം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന, കുടമാറ്റം നടത്തുമ്പോ കൊട ഉയർത്തിക്കോ, പാറമേക്കാവ് ദേവിയുടെ കോല ഉയർത്തരുത്, തിരുവമ്പാടി ഭഗവതിയുടെ കോല ഉയർത്തുക. കാരണം കോലം വന്നാൽ
ഭഗവതിയുടെ കോലം വന്നാൽ അത് മതചിഹ്നമല്ലേ? യെസ്. ഞാൻ ചോദിക്കട്ടെ, പുത്തമ്പള്ളിയിൽ പോയിട്ട് കുരിശു പാടില്ല എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളി പെരുന്നാൾ നടക്കോ? യേശു ക്രിസ്തു പാടില്ല എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളി പെരുന്നാൾ നടക്കോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തില് അരിവാൾ ചുറ്റിക നക്ഷത്രം പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ തൃശ്ശൂർ പൂരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനമാണോ? ഒരു മര്യാദ വേണ്ട സംസാരിക്കാൻ. ഇത് ഇടതുപക്ഷക്കാർ സംസാരിക്കുന്നു, മിണ്ടുന്നുണ്ടോ ഒരക്ഷരം? വലതുപക്ഷക്കാർ മിണ്ടുന്നുണ്ടോ? ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇവിടെ ഗണപതി മിത്താണ് എന്ന് ഷംസീർ പറയുമ്പോ അവിടെ രാമൻ മിത്താണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഒരേ തൂവൽ പക്ഷികളാണ് രണ്ടുപേരും. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. രാജ്യത്തിന്റെ അസ്മിത, സാംസ്കാരിക ദേശീയത. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, അതിന്റെ പേരെനിക്കറിയില്ല. ഇന്ത്യ ഛിന്ന ഭിന്നമായി കിടക്കാൻ. ഇന്ത്യ ഒരിക്കലും ഛിന്ന ഭിന്നമായി കിടന്നിട്ടില്ല സുഹൃത്തെ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പക്ഷെ 600 നാട്ടുരാജ്യങ്ങൾ ഭരിച്ചതാ. പക്ഷെ ഈ 600 നാട്ടുരാജ്യങ്ങളുടെ അരികിലൂടെ ആ നാട്ടുരാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോഴും അടക്ക് മുതൽ കട്ടക്ക് വരെ, കച്ച് മുതൽ കാമേശ്വരം വരെ, ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ ഭാരതം ഒന്നായിരുന്നു. ഭാരതത്തിന്റെ തീർത്ഥയാത്ര, ഭാരതത്തില് കാശ്മീരിൽ മരിക്കുന്നവനും തിരുവനന്തപുരത്ത് മരിക്കുന്നവനും കൽക്കട്ടയിൽ മരിക്കുന്നവനും എല്ലാം അവസാന തുള്ളി വെള്ളം ഗംഗാജലമാണ്. എനിക്ക് അവസാന തുള്ളി വെള്ളം എന്ന് ചിന്തിക്കുന്നതാണ്. രാമനെയാണ് ധ്യാനിക്കുന്നത്. പാരമ്പര്യം എന്ന് പറയുന്നത്. പക്ഷേ ആ സാംസ്കാരിക പാരമ്പര്യത്തെ ഇല്ലാതാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അത് ഇടത് വലത് മുന്നണികൾക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവർ കീഴടങ്ങുന്നതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും ആണ് നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സഹയാത്രികൻ റജിയിലേക്ക് പോവുകയാണ്. ശ്രീ റജി, അങ്ങ് ഈ രാജ്യം ഛിന്നഭിന്നമാക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ താങ്കൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ നോക്കൂ, ഇവിടെ എന്താണ് കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെയും ഇവിടുത്തെ രാജ്യത്തിനെതിരെയും വികലമായ പ്രസ്താവനകൾ നടത്തി ഇങ്ങ് തിരിച്ചു പോരും. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പാർലമെന്റ് സമ്മേളനം അങ്ങേയറ്റം കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്ത് അവരുടെ നാവായി പ്രവർത്തിക്കും. ഇങ്ങനെ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോറോസിന്റെ ഇടപെടലൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നടന്ന കർഷക സമരം, ഇവിടെ നടന്ന CAA സമരം, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്, ആരുടെ ഫണ്ടാണ് ഒഴുകിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഖാലിസ്ഥാൻ വാദികളുമായി ചേർന്നുകൊണ്ട് കർഷക സമരത്തിൽ എന്ത് നിലപാടാണ് രാഹുൽ എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ മോദി സർക്കാരിനെ തൂത്തെറിയാൻ, കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ അജണ്ട കുറച്ച് നാളുകളായി ഇവിടെയുണ്ട്. അതിൻ്റെ നിഴൽ പിടിച്ചാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു മിത്താണെന്ന് രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പറയുമോ? അല്ലെങ്കിൽ യേശു ക്രിസ്തു മിത്താണെന്ന് രാഹുലിന് പറയാൻ കഴിയുമോ? നോക്കൂ, കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. എല്ലാ മതവിഭാഗങ്ങളോടും തുല്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ ഈ മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 2 വർഷമായില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഒന്ന് സന്ദർശിക്കാത്തത്? അദ്ദേഹം അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും പോകുന്നുണ്ടല്ലോ. അവിടെ കലുഷിതമായ ശേഷമാണോ, മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണോ മണിപ്പൂരിൽ കലാപം തുടങ്ങുന്നത്? മോദി അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ലേ അവിടെ കലാപം ഉണ്ടാവുന്നത്? UPA ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ 2 വർഷമായ ഈ 2023 മെയ് മാസം അവിടെ കലാപം തുടങ്ങിയത് അന്നാരായിരുന്നു ഭരിക്കുന്നത്? സംസ്ഥാനമാണ് മണിപ്പൂർ. അപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല മണിപ്പൂരിൽ ഇങ്ങനെ ആളിക്കത്തുന്നത്. 2023 തുടങ്ങിയ കലാപം 2 വർഷമായി, 2 വർഷം പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ട് ആ കലാപബാധിത പ്രദേശത്ത് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നില്ല? പ്രതിനിധിയുടെ വാക്കുകൾ കേട്ടാൽ തോന്നും ഇവിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. ഇവർ ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കോൺഗ്രസിന് കൃത്യമായ സ്വാധീനമുണ്ടായിരുന്ന സമയത്ത് അവിടെ മാസങ്ങളോളം നിന്ന് കത്തിയില്ലേ മണിക്കൂർ? വർഷങ്ങളോളം 3000-ലധികം പേർ കലാപത്തിൽപ്പെട്ട് അവിടെ മരിക്കേണ്ടി വന്നില്ലേ, കൊല്ലപ്പെടേണ്ടി വന്നില്ലേ? ഇത് വിസ്മരിച്ചുകൊണ്ടാണ് മണിപ്പൂരിൽ ഇപ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നത്.
2 വർഷം കൊണ്ടും കലാപബാധിതമായിട്ടുള്ള മണിപ്പൂരിൽ എന്തുകൊണ്ട് പോയി അവിടെ ശ്രീ റെജി, ഒരു മിനിറ്റ് അദ്ദേഹം ഒന്ന് മറുപടി പറയട്ടെ അതിന്. എന്റെ പൊന്ന് റെജി, താങ്കൾ കോൺഗ്രസിന്റെ സഹയാത്രികനാണെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ചർച്ചയിൽ സംസാരിക്കാൻ. ആനയുടെ കാര്യം പറയുമ്പോൾ ചേനയുടെ കാര്യം പറയരുത്. ചോദ്യം ശ്രീരാമനെ അവഹേളിച്ചതിനെ കുറിച്ചാണ്. ആ സമയത്താണ് താങ്കൾ മണിപ്പൂരിന്റെ കാര്യം പറയുന്നത്. ഇനി മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞാൽ താങ്കളുടെ വിചാരം ഈ മണിപ്പൂരിലെ കലാപം ഈ 2 വർഷം മുമ്പ് ഉണ്ടായ കലാപമാണെന്നാണോ? മണിപ്പൂരിൽ 1946, 1948, 1956, 1967 നിങ്ങൾക്ക് മണിപ്പൂരിന്റെ ചരിത്രം പരിശോധിക്കണം മിസ്റ്റർ. മണിപ്പൂരിലെ 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ കാലങ്ങളായി നടന്നതാണ്. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 5630 ആളുകൾ കൊല്ലപ്പെട്ട കലാപമുണ്ടായിട്ടുണ്ട്. നിരവധി കലാപങ്ങളുടെ കേന്ദ്രമാണ് മണിപ്പൂർ അടക്കമുള്ള പല നോർത്ത് ഈസ്റ്റ് ഏരിയ. അവിടെ നാഗന്മാരും മണിപ്പൂരികളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്ന സ്ഥലമാണ് മണിപ്പൂര്. സംശയമുണ്ടോ താങ്കൾക്ക്? സംശയം ഉണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ മണിപ്പൂര് അവിടുത്തെ കലാപത്തെ കുറിച്ച് ഒന്ന് പഠിക്കുക. അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും. പിന്നെ രാഹുൽ ഗാന്ധി ശ്രീരാമന്റെ അധിക്ഷേപിച്ച് ശ്രീരാമൻ മിത്താണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയോ തെറ്റോ? താങ്കൾ സഹയാത്രികനല്ലേ? തെറ്റാണെങ്കിൽ പരസ്യമായി തെറ്റാണെന്ന് പറയാം. അല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയം മതേതരത്വമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ മതേതരത്വം ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത്. എന്ത് മതേതരത്വം? ഇവിടുത്തെ എന്ത് മതേതരത്വമാ? മതേതരത്വവാദികളാണെങ്കിൽ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? എന്തിനാ നിങ്ങൾ മതേതരത്വവാദികളാണെങ്കിൽ പാകിസ്ഥാൻ വന്ന് ഈ കാശ്മീരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോ നിങ്ങൾ സംസാരിക്കണ്ടേ? നിങ്ങളുടെ ഭാഷ ഇപ്പോഴും നേരത്തെ മിസ്റ്റർ ആരിഫ് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഷയിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുഞ്ഞാടുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയല്ലേ കോൺഗ്രസ്? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതിന് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വേണം. അതിനുവേണ്ടി നിങ്ങൾ മമതാ ബാനർജിയുടെ ഭരണകാലഘട്ടത്തിൽ ആണെങ്കിലും ശരി, കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും ശരി, നിങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയാടുമ്പോ നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേട്ടയാടപ്പെടുന്ന പാവപ്പെട്ട ഇരകളായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ വേട്ടയാടുന്ന മൃഗത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക ചെയ്യുന്നത്. അതാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ കിഴക്കൻ ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പട്ടേലുമായി തെറ്റിയത്, ശ്യാമപ്രസാദ് മുഖർജിയുമായി തെറ്റിയത്, ഡോക്ടർ അംബേദ്കറുമായി തെറ്റിയത്? നിങ്ങൾ ഡോക്ടർ അംബേദ്കറുടെ കൃതി വായിക്കണം. വളരെ പരസ്യമായിട്ടല്ലേ. ഞാൻ ഒരിക്കൽ കൂടെ ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യാണ്. ആരിഫ് എന്നോട് ദേഷ്യം വരരുത്. ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോ മൗനമായിട്ട് ജവഹർലാൽ നെഹ്റു നിന്നു എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞില്ലേ? പാകിസ്ഥാൻ വിഭജനവുമായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ പുസ്തകമില്ലേ? ഒരുപക്ഷെ ദീനദയാൽ ഉപാധ്യായും അതേപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും പറഞ്ഞതിനേക്കാൾ അതിശക്തമായ ഭാഷയിലാണ് അംബേദ്കർ സംസാരിച്ചത്. സുഹൃത്തുക്കളെ, കാലങ്ങളായി നിങ്ങൾ തുടങ്ങിയത്. ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ഹിന്ദു വിരുദ്ധതയായിരുന്നു, സാംസ്കാരിക വിരുദ്ധതയായിരുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും എല്ലാ കാലഘട്ടത്തിലും അധിക്ഷേപിക്കാൻ ശ്രമിച്ച ആളാണ്. അഥവാ പലപ്പോഴും അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൂട്ടുനിൽക്കുകയായിരുന്നു. അതിങ്ങോട്ട് വന്നപ്പോൾ കൂടി ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുഞ്ഞാടുകളാണ്. ശരി, ഞാൻ കോൺഗ്രസിന് വർഗീയ ചായ്വ് ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു തെറ്റ് എങ്കിൽ കോൺഗ്രസ് മതേതരത്വ ജനാധിപത്യ പാർട്ടിയാണ്. ഇത്ര ആവേശത്തോടെ ബഹുമാന്യനായ BJP വക്താവ് അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്കെതിരായ ഈ ഭീകരാക്രമണം പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്നപ്പോ കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകുകയുണ്ടായി. എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ താമസമാകും? തെറ്റാണ് പറഞ്ഞത് തന്നെ തെറ്റാണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ നിങ്ങൾ ഇവ പറഞ്ഞത് തന്നെ തെറ്റാണ്. പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്ന അക്രമം അത് തെറ്റാണ്. അക്രമം നടത്തിയത് പാകിസ്ഥാനാണ്. ഞാൻ എന്റെ നിങ്ങളുടെ തകരാറാണ്. നിങ്ങളുടെ അടിസ്ഥാനപരമായ പാകിസ്ഥാൻ പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കില്ല. പാകിസ്ഥാൻ തന്റെ ഇടം നിങ്ങൾക്കില്ല. നിങ്ങൾ താമസിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഈ ഒരു ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി എന്തുകൊണ്ട് നൽകാൻ നമ്മൾ താമസിക്കുന്നു?
എന്തൊക്കെയാണ് ഈ ശക്തമായ തിരിച്ചടി എന്ന് പറയാമോ? അല്ല, ആനയുടെ കാര്യം പറഞ്ഞ് ചൈനയുടെ കാര്യം പറഞ്ഞ് ഇപ്പൊ വേറെ കാര്യങ്ങളിലേക്ക് അല്ലല്ല, കോൺഗ്രസ് രാജ്യത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിക്കുന്നു, ഈ ശക്തമായ തിരിച്ചടി എന്ന് വെച്ചാൽ എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി സർക്കാരിന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സമ്മതിച്ചു. ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ. ഒരു സെക്കൻഡ്, 26 പേർ കൊല്ലപ്പെട്ടു, 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ ആദിൽ എന്ന് പറയുന്ന കശ്മീരി യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഈ 25 പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ? അപ്പോൾ അവര് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ടിരുന്നപ്പോ അത് കുക്കർ പൊട്ടിത്തെറിച്ച് മരിച്ചതാണോ? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത് എന്താ? ബാക്കി 25 പേരും ഭാരതീയരല്ലേ? മാഡം നോക്കൂ, കഴിഞ്ഞ 30 വർഷമായി ആദ്യമായിട്ടാണ് ഭീകരപ്രവർത്തനത്തിനെതിരെ ജമ്മു കാശ്മീരിൽ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കരുത്. ശ്രീജി, 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ ആദിലിന്റെ വീട്ടിലേക്ക് മാത്രമാണല്ലോ രാഹുൽ പോയത്. ബാക്കി 25 പേരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? നോക്കൂ, കഴിഞ്ഞ 30 വർഷമായി പ്രതിനിധീകരിച്ചല്ലോ. കൊച്ചിയിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ബലിദാനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചോ? മിനിമം ലക്ഷക്കണക്കിന് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് വിട്ടതല്ലേ ഇവിടെ നിന്ന്? അതായത് 30 വർഷമായി കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കണ്ടത്. കാരണം ഭീകര പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിച്ചു. അതിനെ നമ്മൾ വിസ്മരിക്കരുത്. ശരി, വിസ്മരിക്കുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് എന്തുകൊണ്ട് വന്നു എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ വ്യക്തമാക്കും. കശ്മീരിൽ പറയട്ടെ. അതെ, നിങ്ങൾ സമ്മതിച്ചല്ലോ 30 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് കണ്ടു. അങ്ങനെ കാണുന്നതിന് കാരണമായത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? നിങ്ങളുടെ പാർട്ടി പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ 30 വർഷം പിന്നോട്ടേക്ക് നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ആദിലിന്റെ വീട്ടിലേക്ക് പോന്നു. അതങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ബാക്കിയുള്ള 26 പേര് 25 പേര് മരണപ്പെട്ടു, വല്ല കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിരുന്നപ്പോൾ മരിച്ചാണോ? നിങ്ങൾ എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ നിങ്ങൾ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവന്നിട്ടു. മണിപ്പൂരിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കേരളത്തിൽ വഖഫിന്റെ വിഷയം ഉണ്ടായി. ഇത്ര നാളും ഈ വിഷയം ഉണ്ടായിട്ട് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് അത് അവിടെ സന്ദർശിച്ച് പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാനുണ്ടാകുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ല വിഷയം. ഞാൻ 3 തവണ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അവസാനം ഇതേ തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റുമോ ഈ രാമനും ഒക്കെ കണക്കാണ്, അതേപോലെ അള്ളാഹുവും മിത്താണ് എന്ന് ഒഴുക്കമട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്കതേ അറിയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ചർച്ച ചെയ്യാലോ. ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10, 15, 14 ദിവസത്തിന് മുമ്പുള്ള ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തതിന്റെ സാങ്കത്യം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അന്ന് വേറൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് അത് മാറ്റിവെച്ചാണ്. ഇന്നാണ് അത് നീക്കി വെച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ പറയൂ. ഇന്ന് വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ തൃശ്ശൂർ വരെ നടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇത് പറയും. വേറെ ഒന്നുമില്ല, എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. നിങ്ങളുടെ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. അതൊരു ന്യായവൈകല്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താണ്? ഈ റെഡ് ഹെറിംഗ് ഒന്നും മനസ്സിലാവാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആ നിലവാരം വെച്ച് ബാക്കിയുള്ളവരെ അളക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ പച്ചയ്ക്ക് പറയും. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലും ചരിത്രപരമായിട്ടോ നമുക്ക് അതിനെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒറ്റവാക്കി പറയുന്നത് ഇതുപോലെ കാര്യമല്ല. നമുക്ക് ശാസ്ത്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും പറയൂ. ചരിത്രപരമായിട്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാമൻ എന്താ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അതെന്തിന്റെ വിഷയം? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ അള്ളാഹുവിനെ ഫിക്സ് ചെയ്യൂ, എന്നിട്ട് പറയൂ. നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് അള്ളാഹുവിനെ ഒന്ന് തിരുകൂ. അള്ളാഹുവിനെ തൽക്കാലം ആ ഷൂലേക്ക് ഇറക്കി വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ.
രാഹുൽ ഗാന്ധിയോട് ചോദിച്ച സുദീർഘമായ ഒരു ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഞാനൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ആ കോണ്ടെക്സ്റ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പഹൽഗാമിൽ ഒരു അക്രമം ഉണ്ടാകുന്നു. 26 പേരെ മുണ്ട് പൊക്കി നോക്കിയിട്ട് മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് കലിമ ചൊല്ലിച്ചിട്ട് കൊല്ലുന്നു. ആ സംഗതി അതൊരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു രീതിയാകുന്നു. അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം ആകുന്നു. അതിന്റെ പിന്നിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും അള്ളാഹു ഒക്കെ ആകുമ്പോ ആ അള്ളാഹു അത് കുഴപ്പക്കാരനാണോ അല്ലേ? ആ നബി കുഴപ്പക്കാരനാണോ അല്ലേ? അതൊരു മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, അതിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു, അത് റെലവൻസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, അത് ശരിയാണോ അല്ലേ, അത് മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. നോക്കൂ ശ്രീ ആരിഫ്, അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ കഴിയും. പറയൂ. അത് ഗവൺമെന്റ് അക്കാര്യം പരിശോധിച്ച് ഗവൺമെന്റിനെ വിടൂ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റിന്റെ കാര്യം അവർക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. മോദി അവിടെ തലകുത്തി അവിടെ എന്താണ് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മോദി മണ്ണപ്പം ചുട്ട് കളിക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം നിങ്ങൾ പറയൂ. നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ, അതിന്റെ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയൂ. ഈ പറയുന്ന സാഹചര്യത്തിൽ, ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ അള്ളാഹു മിത്താണോ അല്ലേ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ അല്ലാഹുവിനെതിരെയോ യേശുക്രിസ്തുവിനെതിരെയോ ഒരു വാക്ക് ഉരിയാടാനുള്ള ത്രാണിയില്ല. അത് നമ്മൾ അംഗീകരിക്കൂ. ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റെജിയിലേക്കാണ്. ഇത് അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഡിബേറ്റിന്റെ. ശ്രീ റെജി, ഇപ്പോൾ ശ്രീരാമനെ പറഞ്ഞതുപോലെ ഒന്ന് അല്ലാഹുവിനെയോ യേശു ക്രിസ്തുവിനെയോ പറയാൻ എത്ര നേരമായി ആരിഫ് ഹുസൈൻ താങ്കളോട് പറയുന്നു? അങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? നോക്കൂ, നമ്മൾ ആ ഇന്റർവ്യൂ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്റർവ്യൂവിന്റെ ആ ഫുൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹിന്ദു മതത്തില് പിന്നെ ആരും ഒരു കുത്തക എടുക്കുന്നില്ല എന്നും അത് സഹിഷ്ണുതയുടെ ഒരു മതമാണെന്നും അത് മാത്രമല്ല സാർവത്രികമായ ഒരു സ്വീകാര്യത ആ മതത്തിനുണ്ടെന്നും അങ്ങനെ മതത്വത്തെക്കുറിച്ചും അതിന്റെ ഒരു എന്താണ് സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ആദരവ് പ്രകടമാക്കുന്നതിനെ സംബന്ധിച്ചും മനുഷ്യനോട് സഹവർത്തിത്വം പ്രകടമാക്കുന്ന സംബന്ധിച്ചുള്ള വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഈ ഹിന്ദു സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി പരിഷ്കരണവാദികളുടെ ഓരോരുത്തരുടെയും ഓരോ സംഭാവനകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് അദ്ദേഹം പല ഘട്ടത്തിലായിട്ട് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗം എടുത്തിട്ട് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം നേടാൻ കഴിയും എന്നുള്ള കരുതലോടെ, എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഇതിനെ വളച്ചൊടിച്ച് ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു സ്പർദ്ധ വളർത്തുന്നത് രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും വിഭാഗത്തിന് ലാഭം കൊയ്യുമോ എന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിൽ അതൊരു സ്പർദ്ധ വളർത്തുകയും അകൽച്ച ഉണ്ടാകുകയും മതങ്ങൾ തമ്മിൽ ഒരു ഭിന്നത രൂപപ്പെടുകയും ചെയ്യുന്നതിന് മാത്രമേ അത്തരത്തിലുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ശ്രമിക്കുമ്പോഴോ റെജി? അതാ ഞാൻ പറഞ്ഞത്. ദയവായിട്ട് നിങ്ങളുടെ ഈ ചാനലിലെ ആ ഇന്റർവ്യൂവിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ, ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു എങ്കിൽ ഈ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുമായിരുന്നു. നമ്മൾ ഭാഗം മാത്രം എടുത്ത് ചിത്രീകരിച്ച് ഒരു വൈകാരികമായ ഒരു വിഷയമായി അതിനെ മാറ്റി നിർത്തുമ്പോഴാണ് ഇതൊരു വൈകാരിക പ്രശ്നമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാലും ശരി, ഇന്ന് എല്ലാ മാധ്യമങ്ങളും, മാധ്യമത്തിന്റെ തലക്കെട്ട് ഞാൻ വായിക്കാം, അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒന്നുമല്ലമല്ലോ. രാമൻ പുരാണ കഥാപാത്രം എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്. അങ്ങ് പറയുന്നത് പോലെ ഈ മത സൗഹാർദ്ദമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകളൊന്നുമല്ല ഇത്തരത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പോലും നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഹിന്ദു വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് വളരെ കൃത്യമായി ഉണ്ട്. അതിനിപ്പോൾ ആ ഇന്റർവ്യൂ മൊത്തം കാണണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഒരു നറേറ്റീവിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇത്രയും പഴയ ചോറ് വെച്ച് അതിന്റെ വേവ് നോക്കാൻ എല്ലാ ചോറും എടുത്ത് കഴിക്കേണ്ടതില്ലല്ലോ, ഒരു വറ്റ് കഴിച്ചാൽ മതിയാവും. ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനങ്ങളുടെ വാദത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ ശ്രീ ആരിഫ് ഹുസൈൻ? അല്ല, ഞാൻ തുടക്കം മുതലേ ഇപ്പോഴും പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രശ്നം രാമൻ അല്ലെങ്കിൽ അള്ളാഹു ഇവരുടെ അസ്തിത്വം അല്ല നമ്മുടെ പ്രശ്നം. എന്റെ പ്രശ്നം അതല്ല. നിങ്ങൾ ഒരെണ്ണത്തിന് ഇപ്പൊ എനിക്ക് പറയാലോ അള്ളാഹു മിത്തായതുപോലെ തന്നെ രാമനും മിത്തായെന്ന് എനിക്ക് പറയാം, ഒരു പ്രശ്നമില്ല. അത് തിരിച്ചു മറിച്ച് എങ്ങനെ വേണേലും എനിക്ക് പറയാം. എന്താ കാരണം? നമ്മൾ അതിനെ കാണുന്നു, അതിനകത്ത് ഒരു പക്ഷാഘാതം നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സൈഡ് വലിവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പണ്ട് പറഞ്ഞു സനാതന ധർമ്മം ഒരു വൈറസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അന്ന് നമ്മൾ ചോദിച്ചു
അതേപോലെ ഇസ്ലാം ഒരു വൈറസ് ആണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഞാനൊക്കെ വിളിക്കാറ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പേപ്പട്ടി മതമാണെന്ന് പറയാം. കാരണം ആളുകൾ തുണി പൊക്കി നോക്കി തല വെട്ടുന്ന മതം വേറെ ഏതോ ഉള്ളത് ഇന്ന്. അതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് മറ്റു മതത്തെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ചോദ്യം വരികയാണ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് മറ്റു മതങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. അവിടെ പറ്റുന്നില്ല, രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല എന്നുള്ളത്, കോൺഗ്രസ് അത് ചെയ്യുന്നില്ല, പകരം അതിന്റെ മൂട് താങ്ങി നടക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. ഏതായാലും കാലം മാറും, ഇത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഭാവിയിൽ ഇത് വലിയ മാറ്റം ഉണ്ടാകും, കോൺഗ്രസ്സുകാരായിരിക്കും ഇനി എൻ്റെ ഒക്കെ സ്ഥാനത്തിരുന്നിട്ട് ഇതേപോലെ പറയാൻ പോകുന്നത് എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, രാമൻ മിത്ത് മാത്രമെന്ന രാഹുലിന്റെ പരാമർശത്തിലൂടെ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവം എന്നാണ് BJPയുടെ വിമർശനം. ആ വിമർശനം രാജ്യമെമ്പാടും ആളിപ്പടരുന്ന ഒരു സ്ഥിതിയുണ്ട്. രാഹുൽ ഈ അധിക്ഷേപം രാമനോട് കാണിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗം ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്ന വലിയ ചോദ്യം കൂടി ഉയരുകയാണ്. ജന ഡിബേറ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.